ഗൈസ്, അപ്പോൾ ഇന്ത്യൻ സൊമീറ്റിയുടെ പുതിയ വീഡിയോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ബൈക്സായിട്ട്. ഓക്കെ, ഇന്ത്യൻ ബൈക്സിൽ ഇന്നും കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഒരു സംഭവം വെച്ചിട്ടുണ്ട്, വെറ്റ് ക്യാം നമ്മൾ വെച്ചിട്ടുണ്ട്. മീൻസ് കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു നമ്മൾ വെറ്റ് ക്യാമും കാര്യങ്ങളൊക്കെ വെക്കണമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ വെറ്റ് ക്യാമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഇന്ത്യൻ ബൈക്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടിയിരിക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. പക്ഷേ നേരം വീഡിയോ. ഓക്കെ, അപ്പോൾ ഇന്ന് കുറേ അപ്ഡേറ്റും കാര്യങ്ങളും, പക്ഷേ നമ്പർ ഈസിയാണ്. പക്ഷേ ഇച്ചിരി സ്പെഷ്യൽ അപ്ഡേറ്റാണ്, വലിയ സ്പെഷ്യലൊന്നുമല്ല, ചെറിയൊരു സ്പെഷ്യൽ അപ്ഡേറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നോക്കാം. പിന്നെ എനിക്കിത് ബഗ്ഗാണോ എന്ന് പറഞ്ഞുകൂടാ. അതിൻ്റെ ബഗ്ഗത് എല്ലാവരുടെയും ഫോണിൽ ഉണ്ടെന്ന് തോന്നി. ഞാൻ ഈ സ്ലോ മോഷൻ ഞെക്കുമ്പം ഓക്കെ ആളെ വണ്ടി പറന്നു പോയി എൻ്റെ ഫോന്. ഇത് ഓട്ടിക്കുമ്പോഴും ഉണ്ട്, സത്യം പറഞ്ഞാൽ ഓട്ടിക്കുമ്പോഴും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരു സമയം നേരെ വണ്ടി ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറത്തി എടുത്തുകൊണ്ട് പോയി. ഞാൻ ചുമ്മാ സ്ലോ മോഷൻ ഞെക്കിയതാണ്, പറന്നടിച്ചങ്ങ് പോയി. അത് ഇറക്കുമായിരുന്നു. ഇവിടെ ആ എയർപോർട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവിടുന്ന് ഞാൻ പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം. ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ്. ഓ ഓ ഇതാണ് നേരത്തെ സംഭവിച്ചത്. ഇതിനെക്കാട്ടി ഇച്ചിരി പോയി, പക്ഷെ വണ്ടിക്കൊന്നും പറ്റിയില്ല. വണ്ടിയുടെ 4 ഡോറ് നേരത്തെ പോയായിരുന്നു. ഇപ്പോൾ ഇതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. എൻ്റെ മുന്നേ നമ്മൾ വണ്ടി റോഡിൻ്റെ നടുക്ക് തന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വണ്ടി ആദ്യത്തെ അപ്ഡേറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മെഷീൻ ഗണ്ണാണ്. മെഷീൻ ഗണ്ണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് പൊട്ടിച്ച് അവനെ ഞാൻ അവൻ്റെ എനിക്ക് കിണ്ണ ഗണ്ണാണ്. ഇതിൻ്റെ കൈകി സിനിമയിലാണ് കൊണ്ട് എൻ്റെ മോനെ ഗണ്ണ് മെഷീൻ ഗണ്ണാണ്. ഇതൊരു മിനി ഗണ്ണെന്നും പറയും കേട്ടോ. പിന്നെ നമുക്ക് ഈ ലോക്കൽ വെച്ചിട്ട് ഇത് എനിക്ക് വരെ ഇച്ചിരി താമസിച്ചത് അതെന്താണെന്ന് എനിക്ക് പറഞ്ഞില്ല. പക്ഷെ നേരത്തെ ഉള്ള എന്ന് വെച്ചാൽ നേരത്തെ ഗെയിം കളിക്കുന്നവർക്കൊക്കെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞില്ല. എനിക്കിപ്പോഴാണ് വന്നത്, ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ ഒരു ബൈക്കാരും വരുന്നുണ്ട്. ഞാൻ ടച്ച് ചെയ്യണ്ട. വണ്ടി അവൻ്റെ മണ്ടയ്ക്ക് പോകുന്നു. ഓക്കെ, സമയം. ഓക്കെ, അപ്പോൾ അടുത്ത അപ്ഡേറ്റ് കാണിക്കും. ഇപ്പോൾ കറൻലി 3 അപ്ഡേറ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് പക്ഷേ ആർട്ടിസ്റ്റൂളിലൊന്നും ഇല്ല, എനിക്ക് കിട്ടാത്ത. ഓക്കെ, അടുത്ത അപ്ഡേറ്റ് കഴിഞ്ഞു 060601. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ എന്തുവാ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, എന്തായാലും എൻ്റെ മോനെ ബലൂൺ. എയർ ബലൂണാണ് വരുന്നത്. അതാണെന്ന് തോന്നുന്നു. എൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റ്. ബലൂണാണ്. മറ്റില്ല ബലൂൺ. ഇതിന് കയറിയിരിക്കാനൊക്കെ പറ്റും. തീയൊക്കെ കത്തുന്നു. എൻ്റെ മോനെ സീനി. ഓക്കെ, നമുക്ക് വറക്കാൻ കുറേ സമയം എടുക്കും. അതാണ് സീൻ ഗൈസ്. എല്ലാ പുളി നമുക്ക് ഇതെടുത്തു. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉള്ള ഫ്രണ്ട് വ്യൂ. ഇത് ഇന്നങ്ങാട് ആ റെയിൽവേ സ്റ്റേഷനിൽ പോലും എത്തത്തില്ല, ഇത്രയ്ക്ക് സ്ലോയാണിത്. ഓക്കെ, ഞാൻ പകുതി എത്തിയിട്ടുണ്ട്. എൻ്റെ ഓക്കെ, പക്ഷെ ഇത് പോകുന്നില്ല കേട്ടോ, ഇത്രയും വലുതാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ മണ്ട ലാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മണ്ട ലാൻഡ് ചെയ്യാൻ നോക്കാം കേസ്. കറക്റ്റ് വീണം. ഓക്കെ, വാട്ട്? ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചു. ഓക്കെ, ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ ദേ വരുന്നത്. ഞാൻ സ്നൈപ്പ് എടുത്ത് കാണിച്ചത്. ട്രെയിൻ വരുന്നത്. എൻ്റെ ട്രെയിനിൻ്റെ ആളെ വിളിച്ചത് ഇതിനകത്ത് ആളൊക്കെ ഞാൻ വരുന്നുണ്ട്. അനങ്ങനെ ഞാൻ തഴി വരും. ഒരു ട്രെയിൻ വരുന്നുണ്ട്. നമുക്കൊരു കാര്യം മെഷീൻ കണ്ടിട്ട് പൊട്ടില്ല. മെഷീൻ കണ്ടിട്ട് പൊട്ടിയ പക്ഷെ അത് പൊട്ടത്തില്ല. ലോക്കൽ ലോഞ്ച് ഇട്ടാൽ പോലും പൊട്ടത്തില്ല. ഒരു ട്രെയിൻ വീണ്ടും മാറിയ ട്രെയിൻ
മാറുന്നേ? നേരത്തെ മറ്റേ ട്രെയിനായിരുന്നു. ഇപ്പം ഈ ട്രെയിനായിരുന്നു. ഓരോ പോകുമ്പോൾ ഓരോ ട്രെയിനാണെങ്കിൽ ഓക്കെ നമ്മൾ ട്രെയിൻ ഇറങ്ങി. നമുക്ക് ഈ ട്രെയിനിൻ്റെ മണ്ടയിലോട്ട് ചാടി ട്രെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓ അവിടെ വീട് ഷിറ്റ് തറ വീണ് അവ അടിച്ച് വീണ് എന്ത് ചെയ്യല്ലേ. പക്ഷെ ഈ ട്രെയിനിൻ്റെ ബോഗിയൊക്കെ തന്നെ അടച്ച് പൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചുമ്മാ ഒട്ടിക്കുവാണ്. പക്ഷെ ട്രെയിനിൻ്റെ അകത്ത് ഓരോ ഇതുമില്ല. ഓതാണ്ടാണ് ട്രെയിനിൻ്റെ അവിടെ ഒരു കുന്തവും ഇല്ല. ചുമ്മാ ഉണ്ടായി വെച്ചിരിക്കും. ഓക്കെ അപ്പോൾ അടുത്ത അപ്ഡേറ്റിലോട്ട് ഓക്കെ നമ്മളിത് ടാർഗറ്റ് പറയാൻ മറന്നുപോയി. ഓക്കെ 10K സബ്സ്ക്രൈബേഴ്സാണ് കേസ് നമ്മുടെ ടാർഗറ്റ്. എല്ലാവരും സബ്സ്ക്രൈബർ അടിച്ച് പൊട്ടി കേസ്. ഒന്നും നോക്കണ്ട. 10K ആണ് കേസ്. 10K ഒന്നും നോക്കണം, അടിച്ച് പൊട്ടിച്ച് കേസ്. ഓക്കെ അപ്പം ലൈക്ക് ടാർഗറ്റ് 1K ആണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗെയ്സ്. ഓക്കെ അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരെങ്കിൽ ഫോളോ ചെയ്യുക ഗെയ്സ്. ഓക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഞാൻ ഇവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം നമ്മളെ ഇൻസ്റ്റഗ്രാം ID. അയ്യോ നമ്മുടെ വണ്ടി ഓക്കെ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ഓക്കെ അടുത്ത അപ്ഡേറ്റ് നമ്മൾ എടുക്കുകയാണ് ഗൈസ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുമ്പം ഇതേ കണക്ക് തന്നെയാണ്. 0701 ആണ് ഗൈസ്. ഓക്കെ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾ ഇപ്പം ഏത് വണ്ടിയാണ് നിങ്ങൾ വിചാരിച്ചതെന്ന്. ഓക്കെ സത്യം പറഞ്ഞാൽ വണ്ടിയല്ല വരുന്നത്, വണ്ടിയെ പോലത്തൊരു വണ്ടിയാണ് എന്ന് വെച്ചാൽ പറക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഡ്രാഗൺ ആയിരിക്കും. ഓക്കെ ഡ്രാഗൺ തന്നെ. എൻ്റെ മോനെ ഈ സ്ഥിതി ഞാൻ ആദ്യമേ എടുത്തപ്പോഴേ ഒരു ഇതുണ്ടായി. ഞാൻ ആദ്യം എടുത്തപ്പോൾ ചുമ്മാ ഈ ഡ്രാഗൻ്റെ മണ്ട കയറി അങ്ങ് പോയി. എന്നിട്ട് ഞാൻ തിരിച്ച് കുറേ റൈഡൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയപ്പോഴേ ആലോചിച്ച് ഈ പെണ്ണ് ഇവിടുന്ന് വന്നെന്ന്. ഞാൻ വിചാരിച്ചു ഞാൻ കയറി ചെയ്തപ്പോൾ ഒന്നായിരുന്നു. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ട പോലും ഇല്ല. ഓക്കെ ഞാൻ ഇതിനകത്ത് കയറി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. നല്ല സ്പീഡുണ്ട് ഇതിന്. കൊണ്ടു പറന്നാണ് പോകുന്നത്. മറ്റേതൊരുമാതിരി ആമയിലെന്നാണ് കഴിഞ്ഞ് പോവുക. ഓക്കെ എൻ്റെ മോന് സീനാട്ടോ. ഇതിന് ഫ്രണ്ട് നോക്കുമ്പോൾ ഇതാണ്. ഓക്കെ നമ്മുടെ കാർ ഷോറൂമിലേക്ക് പോവുക. കാർ ഷോറൂമിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ ഞാൻ അവിടെ ശ്രദ്ധിച്ചില്ല. നമ്മുടെ കാർ ഷോറൂം ഇങ്ങനെ തന്നെ നടക്കുവാണ്. പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഇല്ല. എന്തോത്തിനാണോ പണി വെച്ചത്. ഒരു കാർ കൊണ്ടിടാൻ പോലും പറ്റത്തില്ല. ചത്തി. പൈസ നമ്മളിനി തിരിഞ്ഞു നോക്കുമ്പം നമ്മുടെ ഡ്രാഗൺ അവിടെ ഇപ്പോൾ ഉണ്ട്, എനിക്കറിയാം. പക്ഷെ നമ്മൾ അത്രയും ഉയരത്തി ഇത്രയും നമ്മൾ ചത്തില്ല. ഇനിയുണ്ട് ഇച്ചിരി ലൈഫ്, ഇച്ചിരി മുക്കാലും പകുതി ഉള്ളു ഗൈസ്. ഡ്രാഗൺ ഒരു മോലാണ് ചരിഞ്ഞൊക്കെ നിൽക്കുന്നത്. എൻ്റെ അമ്മ ഞാൻ എടുത്ത ചാണ്ടിന് ചത്ത പോലുമില്ല. ഗൈസ് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്. ഓക്കെ നമ്മുടെ ഒരു ഗെയിമുണ്ട്, ബസ് സിമുലേറ്റർ റിയൽ എന്നാണ് അതിൻ്റെ ഗെയിമിൻ്റെ പേര്. ഓക്കെ അത് ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ആ ഗെയിം ഇടാം. ഓക്കെ ഇന്ത്യയുടെ മാപ്പും പിന്നെ വേറെ ഏതോ ഒരു മാപ്പ്, ഇത് പുതിയ അപ്ഡേറ്റ് വന്നതാണ് ആ മാപ്പ്. ഇത് നല്ല ഗെയിമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിൻ്റെ അല്ല ചെസ് എന്നുവെച്ചാൽ ബസ്സിൻ്റെ മറ്റേ ഇതുണ്ടല്ലേ, പേര് ഞാൻ മറന്നുപോയി. എന്തൊരു സംഭവം ഉണ്ടല്ലോ എന്താ ബസ്സിൻ്റെ പിന്നെയല്ലേ ടൂറിസ്റ്റ് ബസ്സിൽ മറ്റേ ഇതൊക്കെ ചെയ്യുന്നത്, ബോഡി ചെയ്യുന്നത്. അതിന് മുമ്പ് പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ മറന്നുപോയി എൻ്റെ പേര്. ഓക്കെ ആ സംഭവം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. വാങ്ങിച്ചിട്ട് നമുക്കത് പണിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ബോഡി തന്നിട്ടുണ്ട്. ആ ബോഡി നമുക്ക് വെച്ചാൽ മാത്രം മതി. കുറേ പണിയുണ്ട്. അത് ചെയ്താൽ നമുക്ക് ആ ബസ് തന്നെ നമുക്ക് കിട്ടും. ഗ്രാഫിക്സ് ഒക്കെ അടിച്ച് പൊളിയാക്കാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ ഇട്ടണമെങ്കിൽ പറ ഗൈസ്, ഞാൻ ഉറപ്പായിട്ടും ഇട്ടേക്കാം. അടുത്ത വീഡിയോ എന്തായാലും വരും. അതിൻ്റെ നിങ്ങൾ പറഞ്ഞു ഞാൻ ഇടുമായിരിക്കും ഗൈസ്. ഒരു ഇതാണ് നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ജി ടി ആർ ഞാൻ എടുത്ത് കാണിച്ചു തരാം.
GTR വെച്ചൊരു പണി. ഓക്കെ, GTR എന്ന് പറയുമ്പോൾ സീനാണ്. കളറ് മാറ്റിട്ട് ഓക്കെ GTRൻ്റെ കളർ വണ്ടി നമുക്ക് എടുത്തു നോക്കാം. ഒരു സ്കിണ്ണം വണ്ടിയാണ്, ഞാൻ സത്യം പറഞ്ഞ കിണ്ണം വണ്ടിയാണ്. എൻ്റെ ഇതിനി ഞാൻ പറപ്പിക്കാൻ പോവാണ്. പൊക്കണം ചുമ്മാ കിടക്കുന്നു. ഓ എൻ്റെ മോൻ ഇനി ഓക്കെ. ഡ്രിഫ്റ്റ് ഇങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും കേട്ടോ. ഇത് ഇങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഓക്കെ ഇവിടെ വെച്ച് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോന് കറക്റ്റ് വന്നതിൻ്റെ ദൂരം. അത് സ്പീഡ് ലിമിറ്റ് ചെയ്യണം. സ്പീഡ് കൂടുതലെടുത്ത് നമ്മളെ വണ്ടി കറങ്ങിക്കൊണ്ടേ ഇരിക്കും. ഒരുമാതിരി ഞാൻ കാണിച്ചു തരും. ഇവിടെ നിന്നില്ല അവിടെ വരെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരുമാതിരി കറങ്ങിയിട്ട് വണ്ടി മറിയും. സത്യം ടയർ കുത്തി മറിയും. ഓക്കെ എവിടെ എത്തുമ്പോൾ കാണിച്ചു. എന്താ സ്പീഡ് പോയത്? ഇപ്പോഴാണ് സ്പീഡ് എടുത്ത് ഞാൻ കാണിച്ചു തരില്ല. അവിടെ എത്തിയിട്ട് കാണിച്ചു തരില്ല. എനിക്ക് നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. ഇനി ഞാൻ ഇങ്ങനെ അല്ലായിരുന്നില്ല ഈ വണ്ടി. സ്പീഡ് ഇച്ചിരി കൂടെ കുറഞ്ഞെന്നാണ് തോന്നുന്നത്. അങ്ങ് വരെ ചെല്ലേ ഞാൻ പറപ്പിച്ച് വിടുവാണ്. പറപ്പിച്ച് വിടുവാണ്. ഓക്കെ പറപ്പിച്ച് വിടുവാണ്. എൻ്റെ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുന്നതായിരിക്കും. ഒറ്റ വണ്ടി ഇല്ല. ഓ എൻ്റെ പൊന്നെ, ഇവിടെ വെച്ച് ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യാൻ പോകും. സോറി പോയില്ല. സാധനം എനിക്ക് പറഞ്ഞോളാം. നേരത്തെ പോയായിരുന്നു. എന്താണ് പോവാത്ത ഞാൻ മാത്രം. ഓക്കെ അപ്പം നമുക്ക് ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ അവിടെ കൊണ്ടുപോകാം കേസ് എയർപോർട്ടിൻ്റെ അടുത്ത്. എന്നിട്ട് അവിടെ വെച്ച് ഞാൻ പൊക്കാം. ഒരു ദിവസം പൊക്കിയതാണ്. നേരെ വണ്ടി ചരിഞ്ഞ് ഉള്ള മരം മൊത്തം ഇടിച്ച് തെറിപ്പിച്ചാണ് വണ്ടി പോയത്. ഇവിടെ എൻ്റെ മോനെ കടോ. ഓ ഓ ഓ എൻ്റെ മോൻ. ഓ വണ്ടി എന്താ പറ്റിക്കുന്നത് എൻ്റെ ഫോൺ. ആ സൂപ്പർ. ഇപ്പം വീട് ഉറപ്പാണ്. ഇതിപ്പോൾ ഈ ക്യാരക്ടർ പെട്ടെന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. പണ്ട് എന്തും ഇല്ല മോഹൻലാലിൻ്റെ സ്ലോ മോഷൻ കാണിക്കുന്ന കണക്കാണ് പോകുന്നത്. പൊന്നി വണ്ടി ഇരിക്കുന്നത്. ഓക്കെ നമ്മൾ അവിടെ വെച്ച് താന്നൊക്കെ പൊക്കി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ബുഗാട്ടി ഇടിച്ചാണ്. പക്ഷെ ബുഗാട്ടി ഒന്ന് തട്ടിയിട്ട് ബുഗാട്ടിയുടെ ഡോറൊക്കെ പോയാൽ എന്തൊരു ഈ വണ്ടി ഇവിടെ വെച്ച് കയറാം. നമ്മുടെ ഗ്ലാസ് പൊട്ടി അവിടെ ഡോറ് വരെ ഇളകിപ്പോയി. ബുഗാട്ടിയുടെ ഫ്രണ്ട് ഒക്കെ പോയിട്ടുണ്ട്. ഡോറൊക്കെ തെറിച്ച് പോയിട്ട് ഡോറൊക്കെ എങ്ങോട്ട് പോയോ എന്ത് ചെയ്യാൻ. ഈ വണ്ടി പോകുന്നില്ല കേട്ടോ. ബാക്ക് ബമ്പറൊക്കെ കണ്ട് ഇളവി റോഡിൽ കിടക്കും. ഓ കയറുന്നില്ല കേട്ടോ. അത് തട്ടുന്ന ബമ്പർ. ഓ ഈ വണ്ടി വലിയുന്നില്ല കേട്ടോ. ഞാനൊന്നും മറ്റേ വണ്ടി എടുക്കുന്നത്. ഓ അത് ഇളകിപ്പോവും. ഇളകിപ്പോയി ഫ്രണ്ട് ബമ്പർ. ഇത് ഡോറാണോ ഇളകിപ്പോയേ? എന്തുളകിപ്പോയേ? ഡോറടി ഇളകിപ്പോയേ. ഡോർ ഇളകിപ്പോയാ? പോയില്ല. എന്തുളകിപ്പോയോ? ഇളകിപ്പോയി. കയറിയപ്പോളകിപ്പോയി. ഇത്ര സ്പീഡ്. ഓ ഓക്കെ നമ്മുടെ എൻ്റെ അമ്മ നമ്മൾ GTRൻ്റെ 2 ഡോറും പോയിട്ടുണ്ട്. ഒരു നിങ്ങൾ പിന്നെയും കമൻറ്റ് ചെയ്യണം. സോംബിയുടെ ഒരു സ്റ്റോറി ഇടണമെങ്കിൽ ഞാൻ ഇടാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇടണമെങ്കിൽ കമൻറ്റ് ചെയ്യാമെങ്കിൽ ഓക്കെ. എന്നുവെച്ചാൽ സോംബിയുടെ സ്റ്റോറി ഇടണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഇടൂന്ന് പറഞ്ഞാണ്. പിന്നെ ഞാൻ മറന്നുപോയി. അതിൻ്റെ കാര്യമേ മറന്നുപോയി. ഞാൻ വേറൊരു വീഡിയോ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ വീഡിയോയിൽ ഈ സോംബിയുടെ അപ്ഡേറ്റ് വന്നപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതേ അപ്പം സോംബിയുടെ ഓക്കെ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കുന്നു. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അടുത്തൊരു നോട്ടിഫിക്കേഷൻ എത്തുന്ന കേസ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പം 10K സബ്സ്ക്രൈബേഴ്സാണ് കേസ്. എല്ലാവരും ഒപ്പിച്ച് അടുത്ത് വിളിക്കണം.